നമസ്കാരം. ഇന്ന് 62 ലക്ഷത്തോളം ആളുകൾക്ക് ബാധകമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച പ്രധാന അറിയിപ്പുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുക. വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് വലിയൊരു വാർത്തയാണ്. കൃത്യമായി 3 ഗഡുക്കളായിട്ടാണ് കുടിശ്ശിക വിതരണം ചെയ്യുക. ആകെ 4800 രൂപ, അതായത് 1600 രൂപ വീതം. ഈ വിതരണം ആരംഭിക്കുന്നത് 2025 ഏപ്രിൽ മുതൽ പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിലായിരിക്കും. ഈ ഫെബ്രുവരി മാസം നമുക്ക് ലഭിക്കുന്നത് സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുന്ന 1600 രൂപ മാത്രമായിരിക്കും. പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രഖ്യാപനവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരികയാണ്. 2500 രൂപ വരെ പെൻഷൻ തുക ഉയർത്തുമെന്നാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും ഈ വാഗ്ദാനം പാലിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നു. ഫെബ്രുവരി മാസത്തിലെ, അതായത് മറ്റന്നാൾ നടക്കുന്ന സംസ്ഥാന ബജറ്റിൽ ഇതിനെക്കുറിച്ചുള്ള നിർണായക പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം. 100 രൂപ മുതൽ 200 രൂപ വരെ വർദ്ധിപ്പിക്കാനാണ് സാധ്യതയെന്നാണ് കണക്കാക്കുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട വിവരം, പെൻഷൻ തുടർന്ന് ലഭിക്കാൻ വരുന്ന സാമ്പത്തിക വർഷത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കൂടിയാൽ പെൻഷൻ ലഭിക്കാൻ അർഹതയില്ല. എന്നാൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കൽ 2025 ഏപ്രിൽ മാസത്തിന് ശേഷം മാത്രമേ ഇത് ബാധകമാവുകയുള്ളൂ. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, സർക്കാർ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് വിവാഹിതരായിട്ടുള്ള മക്കളുടേതൊഴികെയുള്ള ബാക്കി എല്ലാ വരുമാന സ്രോതസ്സുകളിൽ നിന്നും, പ്രധാനമായിട്ടും വിവാഹിതരല്ലാത്ത മക്കൾ ഉൾപ്പെടെ എല്ലാ വരുമാനവും കൃത്യമായിട്ട് ഇതിൽ പ്രസ്താവിച്ചിരിക്കണം. 1 ലക്ഷം രൂപ എന്നുള്ള ആ ഒരു പരിധി അത് ഉയർത്തണമെന്നുള്ള നിർദ്ദേശവും ഇപ്പോൾ സർക്കാരിലേക്ക് വരുന്നുണ്ട്. എങ്കിലും സർക്കാർ അത് ഇതുവരെ പരിഗണിച്ചിട്ടില്ല. സാമ്പത്തികം കുറഞ്ഞവർക്ക് ലഭിക്കുന്ന ഒരു ധനസഹായമായിട്ട് പെൻഷൻ പദ്ധതിയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് സർക്കാർ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് BPL AY വിഭാഗങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന ആളുകളിലേക്ക് പെൻഷൻ ചുരുങ്ങുന്ന ഒരു സ്ഥിതി വളരെ വൈകാതെ തന്നെ സംസ്ഥാനത്തുണ്ടാകുമെന്നുള്ള സൂചന ഈ സമയത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവയ്ക്ക് അപേക്ഷിച്ചവർ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. എന്നാൽ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത് ആവശ്യമില്ല. നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അപേക്ഷ ഓൺലൈൻ വഴി സമർപ്പിക്കാം. പിന്നീട് അതിന്റെ പകർപ്പ് പഞ്ചായത്തിൽ ഹാജരാക്കണം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റു വാർത്തകളും അറിയിപ്പുകളുമായിട്ട് വീണ്ടും കാണാം.